സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഏതാണ്ട് ഇന്ന് 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആശാവർക്കർമാരുടെ സേവനം ഏറ്റവും അധികം ഉപകാരപ്പെട്ടത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും ചെന്ന് കോവിഡ് പരിശോധന നടത്താനും പോസിറ്റീവായ കേസുകളിൽ നെഗറ്റീവ് ആവുന്നത് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും അവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ കേരളത്തിൽ പ്രവർത്തിച്ചത് ആശാവർക്കർമാർ. അതായത് മരണത്തിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആളുകൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്തവർ. ഇന്ന് അവരുടെ വരുമാനം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തുച്ഛമാണ്. 7,000 ഓണറി എന്ന് പറയുമ്പോൾ അത് തന്നെ മുഴുവൻ കയ്യിൽ കിട്ടണമെങ്കിൽ ഒരുപാട് നിബന്ധനകളിലൂടെ കടന്നു പോകും. ശമ്പളമുള്ള PSC ചെയർമാന് നിങ്ങൾ 3,80,000 രൂപ നിങ്ങൾ കൂട്ടിയത്. PSC അംഗങ്ങൾക്ക് നിങ്ങൾ 3,60,000 രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത്രയും ചെയ്തവർക്ക് എന്തുകൊണ്ടാ പാവം ആശാവർക്കർമാരുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനത്തെ മുട്ടാപ്പോക്ക് നിലപാട്? മാത്രമല്ല ഇന്ന് PSC കൊണ്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് CPI നേതാവ് C ദിവാരം പറഞ്ഞു, എന്തിനാ നമുക്കൊരു PSC? ശരിയാണ്. ഇപ്പൊ നമുക്കറിയാലോ, കുട്ടികൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ടെസ്റ്റ് എഴുതി പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒന്നുപോലും എടുക്കാനുള്ള ഈ സംസ്ഥാന സർക്കാർ വന്നേക്കും നടപടി സ്വീകരിച്ചില്ല. പകരം പിൻവാതിൽ നിയമനം സഖാക്കൾക്ക്, ഡിവൈഎഫ്ഐക്കാർക്ക്, CPM-കാർക്ക് ഇവർക്കൊക്കെ ഡെയിലി വേജസിന് നിയമനം നൽകുന്ന വിളിച്ചാൽ ഏതെങ്കിലും PSC-യുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അതിന് അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? പലപ്പോഴും ഞങ്ങളൊക്കെ അടുത്ത് വന്നിട്ട് ഈ റാങ്ക് ഹോൾഡേഴ്സിന് അറിയാം, അല്ലെങ്കിൽ 2 പെൻഷൻ വാങ്ങുന്ന ആൾ MP പെൻഷൻ വാങ്ങുന്നുണ്ട്, MLA പെൻഷൻ വാങ്ങുന്നുണ്ട്, രണ്ടും കൂടെ ഏതാണ്ട് 1 ലക്ഷം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശമ്പളമല്ല, ഓണോറിയ, അതിന്റെ പെൻഷൻ വേറെ. അത് 5 ലക്ഷത്തിന്റെ ഓണോറിയം ഒറ്റയടിക്ക് 11 ലക്ഷം. അദ്ദേഹത്തിന് അവർ ഒരു ജോലിയില്ല. കാരണം കേന്ദ്ര മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും അവരാരും കേൾക്കുന്നില്ല. പിന്നെ അവിടെ കേരളത്തിന്റെ റെപ്രസെന്റേറ്റീവ് വിളിച്ചെന്താ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് ശമ്പളം കൂട്ടാനും ഓണറിയും വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കാശുണ്ടല്ലോ, ദൂരത്തിന് കാശുണ്ടല്ലോ. പാവപ്പെട്ട ആശാവർക്കർമാരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഇളവന കരീമാണ് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒരു കാര്യം ഞാൻ പറയാണ്ട്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ 1 ലക്ഷത്തിന് മേലെ വോട്ടിന് തോറ്റപ്പോ നിങ്ങളുടെ പാർട്ടി കണ്ടുപിടിച്ചത് CIT-ക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നാണ്. കാരണം CIT-ക്കാർ പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല, ഇയാൾ മുതലാളിമാരുടെ ആളാണ് എന്ന് പറഞ്ഞ് CIT-ക്കാർ പോലും കൈവിട്ട ഇളവന കരീമിനെയാണ് ഇപ്പൊ സമരം പൊളിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. പിന്നെ ഓരോ ദിവസം കൈരളിയിലും ദേശാഭിമാനിയിലും റിപ്പോർട്ട് കണ്ടാൽ ആശാ വർക്കർമാരൊക്കെ ഇന്ന് ഇത്ര പേര് ജോലിക്ക് കയറി. ഇതുവരെ ജോലിക്ക് കയറിയ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ മൊത്തമുള്ള ആശാ വർക്കർമാരുടെ ഇരട്ടി കാണണം. അത്രയും പേര് ജോലിക്ക് കയറിയതാ പറയുന്നത്. എന്നാൽ ഒരാൾ പോലും കയറി. ഞാൻ ഒറ്റ കാര്യം പറയുന്നത്, പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഒരു ജാഥ നടത്തിയല്ലോ, 3 നടത്തിയ പ്രതിഷേധ ജാഥ. ഒരൊറ്റ ആശാ വർക്കർമാരില്ല. മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇത്ര ദിവസം നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരണം, വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ജോലിയില്ല. ഇതാണല്ലോ നിങ്ങളുടെ പരിപാടി. ഇപ്പോ അത് മാത്രമല്ല, ഒരു CIT നേതാവ് പ്രസംഗിച്ചെന്താ അദ്ദേഹം പറഞ്ഞു, അവരുടെ സമരസമിതിയുടെ നേതാവായിട്ടുള്ള മിനിയെ കുറിച്ച് പറഞ്ഞ് സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്ന് ഒരു വനിതയെ കുറിച്ച് പരസ്യമായിട്ടാണ് പ്രസംഗിച്ചത്. പക്ഷെ അവര് നല്ല മറുപടി പറഞ്ഞു, എന്നെ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, എന്നെ 51 വിട്ട് കിട്ടിയില്ലല്ലോ എന്ന് ആ സ്ത്രീയുടെ വായൊന്ന് നന്നായിട്ട് കൂട്ടി. ഇല്ലാതാക്കാൻ ജനിച്ചൊരു പാർട്ടിയുടെ ഇന്ന് ലോകത്തുള്ള ഒരേ ഒരു തുരുമ്പാണ്, ഒരേ ഒരു കത്തി തുരുമ്പാണ് ഇപ്പൊ കേരളം. അവിടെയാണ് കൂടുതൽ കൂലി ചോദിച്ചതിന്റെ പേരിൽ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ചത്. ഇതെല്ലാം എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഓരോ സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ സമരങ്ങളാണ്. ജീവനക്കാർക്ക് പ്രതിഷേധം, പെൻഷൻകാർക്ക് പ്രതിഷേധം. എന്നാൽ ദൂരത്തിനൊട്ടും ഒരു കുറവുമില്ല. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. സത്യം പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന ഡോക്ടറേറ്റ് എടുത്ത ആളാണ് സഖാവ് പിണറായി വിജയൻ. എല്ലാ മേഖലയിലും ഇവിടെ ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. എന്താ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ? എന്താ നിങ്ങൾക്കറിയാലോ, ഇവിടെ ഇന്ന് പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? എന്താ കാരണം?
മയക്കുമരുന്ന്, മദ്യത്തിനേക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാണ്. എത്ര കുട്ടികൾ, അത് കുട്ടികളെ തമ്മിൽ തട്ടുന്ന മുമ്പൊക്കെ മറ്റേ ദേശീയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുസ്തി പിടിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, കൊല്ലണം എന്നുള്ള ഒരു വാശിയിലാണ് ചെയ്യുന്നത്. ഇവിടെ താമരശ്ശേരിയിൽ ആ കുട്ടീനെയും തലയ്ക്കടിച്ചു കൊന്നല്ലേ, തലയൂട്ടി തകർത്തിട്ടല്ലേ ആ കുഞ്ഞ് മരണപ്പെട്ടത്. ആ കൊന്ന കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണ് ആയുധം കൊടുത്തയച്ചത്. അദ്ദേഹം DP ചന്ദ്രശേഖരനെ കൊന്ന പ്രതിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലാണിപ്പോ. ഞാൻ പറയും, ഈ സർക്കാരിൽ ഉത്തരവാദിത്വമില്ലേ? എന്നിട്ട് പറയാം ജനങ്ങളെ ആഹ്വാനം ചെയ്യുക, അത് കഞ്ചാവ് പിടിക്കാൻ. ഇപ്പൊ നാട്ടുകാർക്ക് ജോലി കഞ്ചാവ് പിടിക്കാനാണോ? അതിനല്ലേ ഇവിടെ എക്സൈസ് ഉള്ളത്, അതിനല്ലേ പോലീസ് ഉള്ളത്. എന്നിട്ട് ആഹ്വാനം ചെയ്യുക, ഇവരെ പ്രതിജ്ഞ എടുക്കുക. പ്രതിജ്ഞ എടുക്കുന്ന വല്ല കാര്യമുണ്ടോ? നമ്മളൊക്കെ കാണാമെന്ന് പ്രതിജ്ഞ എടുക്കുമ്പോ 24 മണിക്കൂറും കലശാവിൽ നടക്കുന്നവന്മാരും വന്നിട്ട് പ്രതിജ്ഞ എടുക്കുന്നു, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ട് പോരാടുന്നു. വല്ല കാര്യമുണ്ടോ? അതാണ് ഇവിടുത്തെ അവസ്ഥ. മുഖ്യമന്ത്രി പ്രതിജ്ഞ എഴുതി കൊടുക്കാൻ ഇങ്ങനെ പ്രതിജ്ഞ ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ കൊല്ലുകയല്ലേ? തിരുവനന്തപുരത്ത് ഒരാള് സ്വന്തം അനിയനെ ഉൾപ്പെടെയാണ് കുട്ടിക്കൊണ്ട് ഞങ്ങൾ തന്നെ വരുന്നു. നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കളും പിതാക്കന്മാരെ കൈകൊണ്ട് മരണപ്പെടും, മാതാപിതാക്കളും മക്കളുടെ കൈകൊണ്ട് മരണപ്പെടും. കാരണം അത്രയേറെ കഞ്ചാവും മറ്റേ ലഹരിയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്ന് ഇവിടെ കുട്ടികളെ 5 പേരെ കൊന്ന സംഭവത്തിൽ കഞ്ഞാറമ്മൂട് പോലീസ് കണ്ടുപിടിച്ചാൽ അറിയും. സ്വത്ത് എന്താ കടം കാരണം കൊന്നു. കടം കാരണം കൊന്നു എന്ന് പറഞ്ഞപ്പോ അവരുടെ അച്ഛൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, എനിക്ക് അങ്ങനെ ഒരു കടവുമില്ല, എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു കടവുമില്ല. കാരണം ഇയാളും മയക്കുമരുന്നിന് അടിമയാണ്. ഈ കൊലപാതകം നടത്തിയ ആള്. ഏത് കൊലപാതകം പരിശോധിച്ചാലും കാണാം മദ്യത്തിനേക്കാൾ മയക്കുമരുന്ന്, കഞ്ചാവ്. വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നു. എന്താ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ? പിന്നെ വനത്തിന്റെ എത്രയോ ദൂരെ താമസിച്ചാലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി. കാരണം വന്യമൃഗങ്ങൾ വിചാരിച്ചു ഞങ്ങളെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത്, പിന്നെ ഞങ്ങൾ മാത്രമല്ല കാട്ടിൽ കഴിയുന്നത് വിചാരിച്ചു. അവര് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പൂച്ചേനെ കാണുന്ന പോലെയാണ് വയനാട്ടിലൊക്കെ പുലിനെ കാണുന്നത്. എല്ലാം ഇറങ്ങിയിരിക്കുകയാണ്. കരടി, ആന, എത്ര പേര് ഒരു ദിവസം കൂട്ടുന്നത്? ആരോടെ പോയിട്ട് പറയാ? അവിടെ മന്ത്രികളെടുത്ത് പറയാൻ പോയത് മയക്കോടി കേൾക്കുന്ന അദ്ദേഹത്തിനാണ് മയക്കോടി കിട്ടിയതും ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട. മയക്കുവടി കേൾക്കാനുള്ള തോക്കുവലും കയ്യിലില്ല ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ ഹൈടെക് കാലഘട്ടത്തിൽ. അപ്പൊ അതാണ് ഫോറസ്റ്റുകാരുടെ അവസ്ഥ. ഇതിന് പറയാ വെടിവെക്കാൻ നേരത്തെ പറയും, വെടിവെക്കുന്നാൽ ഇവിടെ പോയിരിക്കുക, എവിടെ സുൽത്താൻ ബത്തേരി ചെന്നിട്ട് പറയും ഇടുക്കിയിൽ പോയിരിക്കുക എന്ന് പറയും. ഇടുക്കിയിൽ ചെന്ന് പറയുമ്പോൾ പറയും കോയമ്പലത്ത് പോയിരിക്കുക. പ്രതിപക്ഷ നേതാവ് നയിച്ച യാത്രയുണ്ടായിരുന്നു. ആ യാത്രയില്, സമരയാത്രയിൽ ഞാൻ 3 സ്ഥലത്ത് ഞാൻ പങ്കെടുത്താണ്. എല്ലായിടത്തും ആളുകൾ, വനപ്രദേശങ്ങളിലൊക്കെ ആളുകൾ കൂട്ടമായി വന്നിരിക്കുകയാണ്. ഏതെങ്കിലും PSCയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അന്ന് അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ? പലപ്പോഴും ഞങ്ങളുടെയൊക്കെ അടുത്ത് വന്നിട്ട് ഈ റാങ്ക് ഹോൾഡേഴ്സ് കരയുകയാണ്, ഞങ്ങളുടെ കാലാവധി അടുത്ത ആഴ്ച തീരാൻ പോവാണ്, അടുത്ത മാസം കഴിയാൻ പോകുന്നു, ഞങ്ങൾക്ക് ആർക്കും അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ ഗവൺമെന്റ് എല്ലാവരും പറഞ്ഞിരിക്കുകയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട. അപ്പൊ വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പൊ PSC നിങ്ങൾക്ക് ആളെ വെക്കണ്ട. അങ്ങനെയുള്ള PSCയുടെ ഒരു ജോലിയും ചെയ്യാത്ത PSCയുടെ ചെയർമാനും അംഗങ്ങൾക്കും നിങ്ങൾ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത്. വരുമ്പോഴോ കഞ്ചാവ് അടിച്ച് കൊല്ലാനാ വരുന്ന മക്കള് ഡോക്ടറെ കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ഇന്ന് കുട്ടികളെ കാണുന്നത് എങ്ങനെയാ? കൊല്ലാൻ വരികയാണ് കഞ്ചാവ് അടിച്ചിട്ട്. അതല്ലേ കേരളത്തിന്റെ അവസ്ഥ? ആർക്കാ ജീവിക്കാൻ കഴിയുന്ന ഇവിടെ? ഇതിനൊക്കെ പിന്നിൽ ഈ ഒരു മാഫിയ പ്രവർത്തിക്കുകയാണ് ഇവിടെ. ആ മാഫിയയിൽ വ്യക്തമായിട്ട് ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവർക്കും വരുമാനമുണ്ട്. ഇവർ സമ്പാദിക്കുന്ന, ഈ റാക്കറ്റുകൾ സമ്പാദിക്കുന്ന, കൊള്ളയടിക്കുന്ന പണം ഒരു വീതി ഇവർക്കുള്ളതാണ്. ഇപ്പൊ കണ്ടില്ലേ, കുടിവെള്ളം കിട്ടാത്ത സ്ഥലത്ത് ബ്രൂവറി യൂണിറ്റ്. എത്ര മഴ പെയ്താലും കേരളത്തിൽ വെള്ളം കിട്ടാത്തൊരു സ്ഥലം പാലക്കാട് ജില്ല. ആ പാലക്കാട് ജില്ലയിലാണ് കൊക്കക്കോള ഫാക്ടറി സ്ഥാപിക്കാൻ നോക്കിയ ആദ്യം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു വെള്ളം കിട്ടാനില്ല, ഭൂഗർഭജലം ഊറ്റിയെടുക്കും, ഇത് വേണ്ടാന്ന് പറഞ്ഞു.
ആ സ്ഥലത്ത് കൊക്കക്കോള പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും വിൽക്കുക. ഇതോ അല്ല, ഇത് നല്ല നല്ല മൂത്ത സാധന ബ്രൂവറി യൂണിറ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് മഴവെള്ളത്തെ സംഭരിക്കും. മഴയുണ്ടെങ്കിലല്ലേ സംഭരിക്കാൻ പറ്റും. ഒന്നാമത് ഇവര് വന്നതിന് ശേഷം മഴയില്ല, മഴ പെയ്യേണ്ട സ്ഥാനത്ത് വെയില്, വെയിലിന്റെ സ്ഥാനത്ത് മഴ. പണ്ട് പറഞ്ഞിട്ടുണ്ട് ദുഷ്ടന്മാർ രാജ്യം ഭരിക്കുമ്പോ അങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടെ ഇന്ത്യയിലെയും സ്ഥിതി, കേരളത്തിന്റെ അവസ്ഥ. അവസാനം കടൽ ഖനനം ഇനി എല്ലാം പോരാഞ്ഞിട്ട് മോഡി വന്നപ്പോ നമ്മളൊക്കെ പറഞ്ഞു എയർ ഇന്ത്യ വിറ്റു, ആകാശം വിറ്റു, മിക്ക പൊതുമേഖലയും സ്വകാര്യവൽക്കരിച്ചപ്പോ ഭൂമി വിറ്റു, ഇനി പാതാളം മാത്രമേ വിൽക്കാൻ ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചപ്പോഴാണ് മോഡി വന്ന എല്ലാ കടലും കൂടെ വച്ചു. കടൽ ഖനനം ഇപ്പോ ചില വോളണ്ടിയർമാരെ ഇറക്കാൻ പോവാത്ത ഇതിന് ആശാവർക്കർമാരുടെ സ്ഥാനത്ത് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത വോളണ്ടിയർമാരെ നിങ്ങൾ ഇറക്കിയാൽ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, അവര് തന്നെ പോയി തടഞ്ഞു. പുരുഷന്മാർ തടയാൻ പോകുമ്പോഴേ പ്രശ്നം ഉണ്ടാവും. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വരുന്ന ആശാ വർക്കർമാരെ അവര് തന്നെ തടയും. കാരണം ഇത് മനുഷ്യന്റെ ആരോഗ്യം പിടിച്ചുകൊണ്ടുള്ള കളിയാണ്. ഒരു വിവരവും ഇല്ലാണ്ട് മറ്റേ തലവേദനയാന്ന് പറഞ്ഞാല് എന്താ തലവേദനയ്ക്ക് കാരണമല്ല നോക്കുക, അത് എന്തെങ്കിലും തരട്ടിയാൽ മതി എന്ന് പറയും. അങ്ങനത്തെ വോളണ്ടിയർമാരെ വീട്ടിലേക്ക് വരുന്നത് ആട്ടി നിങ്ങളുടെ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെ 13 ജില്ലകളിൽ കളക്ടറേറ്റിലേക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും ഇന്ന്